ഈ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് സർക്കാർ നൽകുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് നെല്ലിന് 18 രൂപ 88 പൈസയാണ് ഒരു കിലോഗ്രാമിന്. അത് കളക്ട് ചെയ്യുന്ന മണ്ടിയിലെ ഏജൻറ്റുമാർക്ക് സർക്കാർ കൊടുക്കുന്ന കമ്മീഷൻ 2.5%. ആ 2.5% കമ്മീഷൻ ഒരു 5-6 മാസം കൊണ്ട് അവർക്ക് കിട്ടും. പക്ഷെ അവരുടെ ഉത്തരവാദിത്തം കർഷകരോട് നെല്ല് സംഭരിച്ചാൽ FCI അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നെല്ല് ഏറ്റെടുക്കുന്നത് വരെ സൂക്ഷിക്കുകയും അത് കേടുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ ഏജൻറ്റുമാരുടേതാണ്. ഈ മണ്ടികളിലെ ഏജൻറ്റുമാരുടേതാണ്. ഈ 2.5% ഇവർ പറയുന്ന ഇടനിലക്കാരുടെ വലിയ കൊള്ള എന്ന് പറയുന്നത്. ആ 2.5% സർക്കാർ കൊടുക്കേണ്ടതാണ്, കർഷകൻ കൊടുക്കേണ്ടതല്ല. അപ്പം ആ 18 രൂപ 88 പൈസയ്ക്ക് കൊടുക്കുന്ന നെല്ല് ഈ സംവിധാനം ഇല്ലാതായാൽ അവർക്ക് 12 രൂപയ്ക്കോ 13 രൂപയ്ക്കോ കൊടുക്കേണ്ടി വരും. മില്ലുകാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പം മധ്യപ്രദേശിലും ബീഹാറിലും ഒന്നും ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് സിസ്റ്റം ഇല്ല. അവിടെയൊക്കെ പരിമൾ റൈസ് നെല്ല് കൊടുക്കുന്നത് 12 രൂപയ്ക്കോ 13 രൂപയ്ക്കാണ്. ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12 രൂപയോ 13 രൂപയോ കിലോയ്ക്ക്. അപ്പോൾ 18 രൂപ 88 പൈസ കിട്ടുന്ന കർഷകന് കൃത്യമായിട്ട് അറിയാം ഈ സിസ്റ്റം തകർന്നാൽ അവർ നെല്ല് 12 രൂപയ്ക്കോ 13 രൂപയ്ക്കോ കൊടുക്കേണ്ടി വരും. കൃത്യമായി 5-6 രൂപ ഒരു കിലോ നെല്ലിന് നഷ്ടം വരും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ ഈ വഴിയിലിറങ്ങി നിന്ന് പോരാട്ടം നടത്തുന്നത്. അല്ലാതെ ഇവർ പറയുന്ന ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഈ പറയുന്നത്. ഈ കേരളത്തിൽ 29 രൂപ 25 രൂപ 95 പൈസ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് നെല്ലിനുണ്ട്. പക്ഷേ കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരണം നടത്തുന്നത് മില്ലുകാരുടെ സൗകര്യത്തിനാണ്, അല്ലാതെ കൃഷിക്കാരുടെ സൗകര്യത്തിനല്ല. ഈ കേരളത്തിലും ഈ 25 രൂപ 95 പൈസ സർക്കാർ കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല എങ്കിൽ കൃഷിക്കാരൻ ആ നെല്ല് കൊടുക്കേണ്ടി വരുന്നത് 15 രൂപയ്ക്കോ 16 രൂപയ്ക്കോ ആയിരിക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ട് പാലക്കാടും വയനാട്ടിലും ഒക്കെ അങ്ങനെയാണ്. വയനാട്ടിലൊന്നും സംഭരണമില്ലല്ലോ. സംഭരണം ആകെ കുട്ടനാട്ടിലും പാലക്കാടും മാത്രമേ ഉള്ളൂ. പാലക്കാട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നത് വളരെ നിർബന്ധമായ തീരുമാനം കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മില്ലുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതറിയാവുന്നത് കൊണ്ടാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ വിട്ടുവീഴ്ചയില്ലാതെ ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത്. അവർക്ക് 18 രൂപ 88 പൈസ കിട്ടിയിട്ട് പോലും മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നാളെ 12 രൂപയ്ക്കും 13 രൂപയ്ക്കും അവൻ്റെ നെല്ല് വിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയെയാണ് അവൻ മുന്നിൽ കാണുന്നത്. അല്ല, തുറന്ന കമ്പോളം ഇവർക്ക് തുറന്നു കൊടുക്കുകയാണ് അന്താരാഷ്ട്ര കമ്പോളം എന്നാണല്ലോ സർക്കാർ പറയുന്നത്. അന്താരാഷ്ട്ര കമ്പോളങ്ങൾ തുറന്നു കൊടുത്തതിൻ്റെ മുഴുവൻ പ്രയോജനം, ഈ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നതിൻ്റെ മുഴുവൻ പ്രയോജനം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് നമ്മൾ പരിശോധിക്കുക. ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലുണ്ട് കമ്മോഡിറ്റീസ്, അത് ചായ ആവട്ടെ, കാപ്പി ആവട്ടെ, കുരുമുളകാവട്ടെ, ഈവൻ വെളിച്ചെണ്ണയാവട്ടെ, നാളികേരമാവട്ടെ. 1970-ൽ 8 രൂപയായിരുന്നു നാളികേരത്തിൻ്റെ വില. ഇന്ന് 2020-ലും നാളികേരത്തിൻ്റെ വില 10-11 രൂപയാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നോക്കുക, അഗ്രികൾച്ചർ ക്രോപ്പ് ഏതെടുത്ത് നോക്കിയാലും ഇത് കുത്തനെ താഴോട്ട് വരികയല്ലാതെ കോർപ്പറേറ്റുകളുടെ വരുമാനം വർദ്ധിക്കുന്നു. അഹമ്മദ് മിൽസിൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അംബാനിയാണ്, അദാനിയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കച്ചവടക്കാരൻ. ലോകത്ത് എണ്ണയിൽ പാരഫിൻ വാക്സ് ചേർക്കാം എന്ന് കണ്ടുപിടിച്ച ആളാണ്. പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള പാരഫിൻ വാക്സ് വെളിച്ചെണ്ണയിലോ സൂര്യകാന്തി എണ്ണയിലോ ഏതെണ്ണയിലും ചേർക്കാമെന്ന് കണ്ടുപിടിച്ച് വലിയ കോടീശ്വരനായിട്ടുള്ള ആളാണ് അദാനി. അങ്ങനെയാണ് ഇന്നിപ്പോൾ അയാൾ ലോകത്ത്, ഓസ്ട്രേലിയ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ പാം ഓയിൽ അതുപോലെയുള്ള മറ്റു തരം എണ്ണ പാടങ്ങളുടെ മുതലാളിയായിരിക്കുകയാണ്. അപ്പം അയാൾക്കും അംബാനിക്കും വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ മുഴുവൻ 2 ഗുജറാത്തി നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. മോദിയും അമിത്ഷയും ഈ 2 ഗുജറാത്തി നേതാക്കന്മാർ മറ്റ് 2 ഗുജറാത്തി കച്ചവടക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ കർഷകനെയും വിറ്റ് കാശാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ കേരളത്തിലെ റേഷനിങ് നടക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങുള്ള സംസ്ഥാനമാണ് കേരളം. ഭക്ഷ്യധാന്യ കമ്മിയുള്ള സംസ്ഥാനമാണെന്ന് നമുക്ക് പഴയ കാലം മുതൽ അറിയാം. ഈ സംഭരണം നിലച്ചു പോയാൽ കേരളത്തിൽ ഇതെങ്ങനെ ബാധിക്കും? സംഭരണം നിലച്ചാൽ കേരളത്തിൽ കഞ്ഞൂടി ഉണ്ടാവില്ല. കേരളത്തിലേക്ക് അരി വരുന്നത് എവിടെ നിന്നാണ് കൃത്യമായി പരിശോധിച്ചാൽ മതി. അതായത് ഈ നില തുടരുന്നുവെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇന്ത്യയിലെ കാർഷിക മേഖല സമ്പൂർണ്ണമായി തകർച്ചയിലെത്തും. അല്ല, കേരളീയൻ്റെ ഈ റേഷൻ ഇല്ലാതായാൽ, PDS ഇല്ലാതായാൽ
കേരളത്തിൽ വില കൂടുമെന്നുള്ളത് കേരളത്തിലെ ഇടത്തരക്കാരന് അറിയാലോ. ഇന്ത്യയിൽ ഈ കേരളത്തിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മുകളിൽ മാത്രമാണ് പട്ടണമണ്ഡലമില്ലാതെ സമൂഹം ജീവിക്കുന്നത്. അല്ല എങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന തൊഴിലാളി പോലും ജീവിച്ചു പോകുന്നത് PDS സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അല്ലെ, PDS സംവിധാനം തകരുമെന്നെന്താ മലയാളിക്ക് മനസ്സിലാവാതെ? അത് വേണ്ട രീതിയിൽ നമ്മളവിടെ പറഞ്ഞിട്ടില്ല എന്ന് സംശയമുണ്ട്. മലയാളിയുടെ ഒരു ബോധത്തിൻ്റെ പ്രശ്നമാണ് ഇത്. എല്ലാം സർവജ്ഞാനിയായിട്ടാണല്ലോ അവരുടെ ഭാവം. അതുകൊണ്ട് ഈ സമരം നടത്തുന്നവനെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യണം. സമരം നടത്താൻ വേണ്ടി അതിൻ്റെ പേരിൽ എന്താ ഇവിടെ തീവ്രവാദ ബന്ധം ആരോപിക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ സമരമുഖം. അതുകൊണ്ട് ഖലിസ്ഥാൻ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. എവിടെയും മനുഷ്യനെ ഭിന്നിപ്പിച്ച് സമരങ്ങളെ പൊളിക്കുക അല്ലെങ്കിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നിടത്തേക്ക് ഭരണകൂടം പോവുകയാണല്ലോ ചെയ്യുന്നത്. കേരളത്തിൽ ഭരണം നടത്തുന്ന ആളുകൾ സത്യസന്ധമായി ഈ സമരത്തിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടതാണ്. പക്ഷേ വേഷം കെട്ട് മാത്രമാണ് നടക്കുന്നത്. അല്ല എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കർക്കശമായും കണിശമായും സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു. പിണറായി വിജയൻ നിവർന്നു നിന്ന് നട്ടെല്ല് നിവർത്തി അയാൾ സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ മ എന്നൊരക്ഷരം ഇതുവരെ ഈ സമരത്തിന് അനുകൂലമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മോഡിക്കെതിരെ വർത്തമാനം പറയാൻ അദ്ദേഹത്തിനുള്ള ഭയം നമുക്ക് വളരെ പ്രകടമായി കാണാൻ പറ്റും. ഇത് ഈ സമരം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരുപാട് തടസ്സങ്ങൾ അവർക്കുണ്ട്. അത് കോവിഡ് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ വന്നു തുടങ്ങിയോ? ശരിക്കും പഞ്ചാബ് ഹരിയാനയല്ലേ തുടങ്ങിയത്? പഞ്ചാബ് ഹരിയാന തുടങ്ങിയതാണ്. പഞ്ചാബിലാണ് തുടങ്ങിയത്. അത് തന്നെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി ഘട്ടം ഘട്ടമായി സമൂഹത്തെ മുഴുവൻ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് ബോധ്യപ്പെടുത്തി 2 മാസത്തെ ഹോംവർക്കിന് ശേഷമാണ് സമരത്തിലേക്ക് വരുന്നത്. ആ 2 മാസവും എല്ലാ ഗുരുദ്വാരകളും എല്ലാ സംവിധാനങ്ങളും ആളുകളെ ഇത് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു. ഇപ്പോഴും ഈ സമരത്തിൽ 100% എന്ന് പറഞ്ഞാൽ 100% ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഗുരുദ്വാരകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇന്നലെ മിനിയാന്ന് മധ്യപ്രദേശിൽ നിന്ന് 10,000 ട്രാക്ടറുകൾ, ഓരോ ട്രാക്ടറിലും 30-40 ആളുകളെ വെച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ. രാജസ്ഥാനിലെ ഗംഗാനഗർ ജില്ലയിൽ നിന്ന് 1300 ട്രാക്ടറുകൾ ഒരു ജില്ലയിൽ നിന്ന് മാത്രം, ഗംഗാനഗർ ജില്ലയിൽ നിന്ന് മാത്രം 1300 ട്രാക്ടറുകൾ രാജസ്ഥാനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP ഈ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരുടെ മുന്നേറ്റം ഈ സമരവേദിയിലേക്ക് ഉണ്ടാവും. അതായത് നാളെയോ മറ്റന്നാളോ കൊണ്ട് ഈ സമരം അവസാനിക്കും എന്ന് വിചാരിക്കേണ്ട. സമരം ഞങ്ങൾ തോറ്റാൽ പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സമരമായി തന്നെ ഇത് നിലനിൽക്കും. സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ മുമ്പിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. പക്ഷെ തോറ്റാൽ പോലും ഞങ്ങൾ ഇവിടെ മുട്ടുകൂർത്തുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറയുന്നു. ഒരു കാര്യം കൂടി, പഞ്ചാബിൽ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയല്ലോ, നിയമസഭ ഐക്യകണ്ഠേന ഇവൻ അകാലിദൾ കൂടി സപ്പോർട്ട് ചെയ്തു 3 നിയമങ്ങൾ. ഈ നിയമങ്ങളെ നള്ളിഫൈ ചെയ്യുന്ന ആ നിയമങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി അറിയാം? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചില്ല. കാരണം ആ നിയമങ്ങൾ ഇതിനെ നള്ളിഫൈ ചെയ്യുന്നതാണ്, MSP നിർബന്ധമാക്കുന്നതാണ്. ആ നിയമം പാസ്സാക്കിയ അമരീന്ദർ സിംഗിനെ അമിത്ഷാ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അയാളുടെ മകനെ ED കൊണ്ട് അന്വേഷിപ്പിച്ച് പിടിച്ചകത്താക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അമരീന്ദർ സിംഗ് ഈ സമരത്തിൽ നിന്ന് പിൻവലിച്ചാൽ അയാൾ പിൻവലിച്ചു എന്നല്ലാതെ സമരത്തിൽ നിന്നും സമരസഖാക്കൾ പിൻവലിയില്ല എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ല നമുക്ക് പറയാൻ പറ്റും. മോഡിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായിരുന്നല്ലോ പ്രകാശ് സിംഗ് ബാദലും അകാലിദളും. പ്രകാശ് സിംഗ് ബാദലാണല്ലോ പത്മവിഭൂഷൺ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അതെ. എനിക്ക് തോന്നുന്നു അവിടെ കുറെ സ്പോർട്സ് താരങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പോർട്സ് താരങ്ങൾ. എൻ്റെ ബലമായ വിശ്വാസം ഒരാഴ്ചയ്ക്കുള്ളിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും പോലീസുകാർ ഈ സമരത്തോടൊപ്പം ചേരാനുള്ള സാധ്യത ഞാൻ കാണുകയാണ്. കാരണം അവരുടെയൊക്കെ ശരീരത്തിൽ ഓടുന്ന രക്തം ഒരു കൃഷിക്കാരൻ്റെ രക്തമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ കൃഷിക്കാരൻ്റെ രക്തം ഓടുന്ന പഞ്ചാബിലെയും ഹരിയാനയിലെയും പോലീസുകാർ നാളെ ഈ സമരത്തിൻ്റെ പക്ഷത്ത് ചേരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണും. ഇന്ത്യൻ സൈന്യത്തിലും വലിയൊരു പങ്ക് പഞ്ചാബികളാണ്. ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരല്ലേ. നമ്മുടെ കേരളം പോലെയൊന്നുമല്ലല്ലോ. ഒരുപാട് പ്രതിസന്ധികളെയും ഒരുപാട് രക്തച്ചൊരിച്ചിലുകളെയും കടന്നു വന്നിട്ടുള്ള നാടാണ്. മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ള കുരുക്ഷേത്രയും
അതുപോലെയുള്ള പിന്നെ പാനിപ്പത്തും സോനിപ്പത്തും ഇതെല്ലാം ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള സ്ഥലങ്ങൾ. അവിടുത്തെ പോരാളികളാണ് ഈ ഇരിക്കുന്നത് എന്നുള്ളത് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത് അയാൾക്ക് നല്ലത്. അല്ല, അവരെയാണ് ഇയാൾ ദേശസ്നേഹം പഠിപ്പിക്കാൻ പോകുന്നത്. പഞ്ചാബികളെ ദേശസ്നേഹം പഠിപ്പിക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. അത് ഏതായാലും വളരെ സന്തോഷം. സമരം വളരെ ശക്തമായി മുമ്പോട്ട് പോകട്ടെ. നമ്മൾ ഇവിടുത്തെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അതിന് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും.